ദീനുള്ള പെണ്ണുമായിട്ടുള്ള വിവാഹ ജീവിതം വളരെ മനോഹരമാ. അതുപോലെ സന്തോഷമുള്ള ഒന്നും ഈ ദുനിയാവിലില്ല. കുടുംബജീവിതം പോലെ സമാധാനവും സന്തോഷവും ആനന്ദവും സുഖവുമുള്ള ഒന്നും ഈ ദുനിയാവിലില്ല ചെറുപ്പക്കാരാ. കാരണം അത്രയ്ക്ക് ആനന്ദമാണ്. എന്തൊരു സന്തോഷമെന്നറിയുമോ? അല്ലാഹുവേ, ഒരു സാലിഹത്തായ പെണ്ണിനെ ഭാര്യയായി കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണമടാ ചെറുപ്പക്കാരാ. അതിനൊരു ഭാഗ്യം വേണമടാ. അല്ലാഹുവിന്റെ പ്രവാചകം വളർത്തിയ പൊന്നാര മകള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. പടച്ചവനെ, കല്യാണം കഴിഞ്ഞു. അലിയാര് തങ്ങളും ഫാത്തിമയും കൂടെ മണിയറക്കകത്തേക്ക് കടന്നു പോവുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി ഫാത്തിമ ബീവിയും അലിയാര് തങ്ങളും മണിയറക്കകത്തേക്ക് കടന്നു ചെന്നു. അലിയാര് തങ്ങൾ ഫാത്തിമ ബീവി മണിയറക്കകത്ത് കയറി. അലിയാര് തങ്ങളും കയറി. വീടിന്റെ വാതിലടച്ചു. അലിയാര് തങ്ങൾ മണിയറക്കകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കിന്റെ തിരിയങ്ങ് താഴ്ത്തുകയാണ്. പടച്ചവനെ, മണിയറക്കകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കിന്റെ തിരിയങ്ങണയ്ക്കുമ്പോ അലിയാര് തങ്ങളൊരു തേങ്ങല് കേൾക്കുകയാണ്. മണിയറക്കകത്ത് വല്ലാത്തവര് കരച്ചില് കേൾക്കുകയാണ്. അല്ലാഹുവേ, ആരാ തമ്പുരാന്? അലിയാര് തങ്ങൾ ചെന്ന് നോക്കുമ്പോ പുതുമണവാട്ടി മണിയറക്കകത്തിരുന്ന് കരയുകയാ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മണിയറക്കകത്തിരുന്ന് കരയുകയാ. അലിയാര് തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ, എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? ഫാത്തിമ ബീവി പറഞ്ഞു, അലിയേ, നിങ്ങളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണല്ലോ. പിന്നെ എന്തിനാണ് നീ കരയുന്നത്? എന്ത് പറ്റി ഫാത്തിമ? ഫാത്തിമ ബീബി ഒന്നും മിണ്ടുന്നില്ല. അലിയാര് തങ്ങൾ പിന്നെയും ചോദിച്ചു. അവസാനം ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അലിയേ, ഈ വീടിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കങ്ങണച്ചപ്പോ ഈ മണിയറയ്ക്കകത്ത് വല്ലാത്ത ഇരുള് വന്നല്ലോ. ഈ വീടിന്റെ അകത്ത് വല്ലാത്ത ഇരുട്ട് വന്നല്ലോ. ഈ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഖബർ ഓർമ്മ വന്നു. അലിയേ, പടച്ചവനെ, എന്നെ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി 6 അടി മണ്ണിന്റെ അകത്ത് ഇറക്കി വെച്ച് പലകയെടുത്ത് നിരത്തിയിട്ട് എല്ലാവരും മണ്ണിട്ട് മൂടിയിട്ട് പോകുമ്പോ അതിനകത്ത് വല്ലാത്ത ഇരുളല്ലേ അലിയേ? അതിനകത്ത് വെളിച്ചമില്ലല്ലോ അലിയേ? എനിക്ക് ഖബർ ഓർമ്മ വന്നു അലിയേ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മണിയറയ്ക്കകത്തിരുന്നിട്ട് തന്റെ ഭർത്താവിനോട് പറയുമ്പോ അലിയാര് തങ്ങൾ പറയുന്നു, ഫാത്തിമ, ഇന്ന് നമ്മുടെ അതിരാത്രിയാണ്. ഫാത്തിമ, ഇത് നമ്മുടെ മണിയറയാണ്. ഇത് നമ്മുടെ മണിയറയാണ്. നീ ഇതിനകത്തിരുന്ന് കരയുകയാണോ ഫാത്തിമ? അലിയാര് തങ്ങൾ ചോദിക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറയുന്നു, അലിയേ, മണിയറ ഇവിടെയല്ല അലിയേ. വിവാഹത്തിന്റെ 1ാമത്തെ രാത്രിയല്ല മണിയറ. ഇവിടെയല്ല മണിയറ ഒരുക്കേണ്ടത്. മണിയറ ഒരുക്കേണ്ടത് പള്ളിപ്പറമ്പിലാണ്. 6 അടി മണ്ണിലെ ഖബറിന്റെ അകത്താണ്. പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്താണ്. അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്. അൽ ഖബർ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. പുതിയ പളയോട് പുതിയ പെണ്ണ് പറഞ്ഞു കൊടുക്കുകയാ, മണിയറ ഒരുക്കേണ്ടത് പള്ളിപ്പറമ്പിലാണ്. തന്റെ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. വിവാഹത്തിന്റെ 1ാമത്തെ രാത്രി ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും മോഹങ്ങളുമായി മണിയറയ്ക്കകത്ത് ചിരിക്കുന്ന മുഖത്തോടെ കിടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് ഒരു തീരുള്ള പെണ്ണ് പറഞ്ഞു കൊടുത്തതെന്തെന്നറിയുമോ? അലിയേ,
കബറിന്റെ അകത്ത് വല്ലാത്ത ഇരുളാ, കബർ ഞെരുക്കുമലിയേ, കബറിന്റെ അകത്ത് വല്ലാത്ത ശിക്ഷയാണ്. ആ കബറിന്റെ ഏകാന്തതയെ കുറിച്ചു, കബറിന്റെ അദാബുകളെ കുറിച്ചു അവിടെന്ന് പറഞ്ഞു കൊടുത്തിട്ട് തന്റെ ഭർത്താവിനെ കൊണ്ട് കരയിപ്പിക്കുകയാ. പുതിയ പെണ്ണ് തന്റെ ഭർത്താവിനോട് കബറിനെ കുറിച്ച് പറയുകയാണ്. എന്നിട്ട് പറയുന്ന അലിയേ, ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസമാണ്, നമ്മുടെ സ്വപ്നങ്ങൾ പൂവണിയുന്ന ദിവസമാണ്, നമ്മൾ ഒത്തുചേരുന്ന ദിവസമാണ്. അതുകൊണ്ട് അലിയേ, ഏറ്റവും സന്തോഷമുള്ള ഈ രാത്രി ഉണ്ടല്ലോ, നമ്മുടെ മണ്ണറ മണിയറയാക്കാമലിയേ. ഈ രാത്രി നമ്മുടെ മണ്ണറ മണിയറയാക്കോ, നമുക്ക് മാറ്റിവെക്കാമലിയോ. പുതിയ പടയുടെ കയ്യിൽ പിടിച്ചിട്ട്, തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഫാത്തിമ എന്ന ദീനുള്ള പെണ്ണ് പറഞ്ഞു കൊടുക്കുകയാ. ഇന്ന് നമുക്കൊരുമിച്ച് നമസ്കരിക്കാം, ഇന്ന് നമുക്കൊരുമിച്ച് തൗബ ചെയ്യാം, ഇന്ന് നമുക്കൊരുമിച്ചിരുന്ന് ഖുർആനോദാ. ഇന്നത്തെ രാത്രി മുഴുവനും 6 അടി മണ്ണിലെ കബർ മണിയറയാകാറ്. 6 അടി മണ്ണില് പള്ളിപ്പറമ്പിലെ കബറുണ്ടല്ലോ, അത് മണിയറയാക്കാം, നമുക്ക് മാറ്റിവെക്കാം അലിയേ. ഫാത്തിമ ബീവി പറഞ്ഞു കൊടുക്കുകയാ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിച്ചാൽ എടാ വിവാഹത്തിന്റെ ആർഭാടങ്ങളും ആഘോഷങ്ങളുമെല്ലാം കഴിഞ്ഞു. അവസാനം മണിയറയ്ക്കകത്ത് കടന്നു ചെല്ലുമ്പോ ദീനുള്ള പെണ്ണാണെങ്കിൽ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, ഒതുവെടുത്തിട്ട് വായിക്കാ, എല്ലാ തിരക്കുകളും കടഞ്ഞില്ലേ, ഇനി പോയിട്ട് ഒതുവെടുത്തിട്ട് വാ, നമുക്ക് രണ്ടുപേർക്കും ശുക്രിന്റെ നമസ്കാരം നമസ്കരിക്കാം, അല്ലാഹുവിനോട് നന്ദി രേഖപ്പെടുത്താം. ഭാര്യ ഭർത്താവിനോട് പറയുകയാണ്, ആദിരാത്രിയിലെ മണിയറയ്ക്കകത്ത് കടന്നു വരുന്ന ഭർത്താവിനോട് അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു പെണ്ണ് പറഞ്ഞു കൊടുക്കുകയാ, ദീനുള്ള കുടുംബത്തിൽ പറഞ്ഞ പെണ്ണ് പറഞ്ഞു കൊടുക്കുകയാ, ഒതുവെടുത്തിട്ട് വാ, നിങ്ങൾ ഇമാമത്ത് നിൽക്കൂ, ഞാൻ പുറകിൽ നിന്ന് നമസ്കരിക്കാം. അങ്ങനെ ആദിരാത്രിയിലെ മണിയറയ്ക്കകത്ത് ഭർത്താവിനെ ഇമാമത്ത് നിർത്തിയിട്ട് ഭാര്യ പുറകിൽ നിന്ന് നമസ്കരിക്കുകയോ. അവിടെ നിന്ന് നമസ്കാരം കഴിയുമ്പോ ഭാര്യ പറയുന്നു, ഇന്നലെ വരെ ഒരുപാട് പാപം ചെയ്തവരാണ്, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തവരാണ്, ഇന്ന് മുതലൊരു പുതിയ ജീവിതം തുടങ്ങുകയാണല്ലോ, അതുകൊണ്ട് മണിയറയ്ക്കകത്തിരുന്നിട്ട് ദുആ ചെയ്യുക. ഭർത്താവിനോട് പറയുകയാ, ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവനും പടച്ചുറപ്പിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് ഈ ആദിരാത്രി മണിയറയ്ക്കകത്തിരുന്ന് തൗബ ചെയ്യൂ. തന്റെ ഭർത്താവിനെ കൊണ്ട് തൗബ ചെയ്യിപ്പിക്കുകയാണ്. ദുആ ചെയ്ത് കഴിയുമ്പോ ഭാര്യ പറയുന്നു, ഇന്ന് മുതൽ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, എന്റെ തലയിൽ കൈവച്ചിട്ട് ദുആ ചെയ്യൂ. നബി ഒരു ദുആ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ഭർത്താവ് ഭാര്യയുടെ തലയിൽ കൈവച്ചിട്ട് ഈ ദുആ ചെയ്യണമല്ലോ. ദീനുള്ള പെണ്ണ് ഭർത്താവിന് പറഞ്ഞു കൊടുക്കും, എന്റെ തലയിൽ കൈവച്ചിട്ട് ദുആ ചെയ്യൂ. അല്ലാഹുവേ, ദുആ എല്ലാം കഴിഞ്ഞു, നിയ്യത്തുകൾ നന്നാക്കി, രണ്ടുപേരും കൂടെ മണിയറയ്ക്കകത്ത് വിവാഹ ജീവിതം തുടങ്ങി. രണ്ടുപേരും കിടന്നുറങ്ങി. രാവിലെ 4 മണിയാകുമ്പോ പുതിയ പെണ്ണലാറം വെച്ചെഴുന്നേക്കുകയാ. അതാ മണിയറയ്ക്കകത്ത് കിടക്കുന്ന ഭർത്താവിനെ വിളിക്കുന്നു, എഴുന്നേക്കിക്കോ, തഹജ്ജുദ് നിസ്കരിക്കാ സമയമായിക്കോ, സുബഹിക്ക് ബാങ്ക് വിളിക്കാ സമയമായിക്കോ. എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വിളിച്ചുണർത്തുകയാണ്. ഭാര്യ പറയുന്നു, ഇന്നലെ വരെ നിങ്ങൾ എങ്ങനെ ജീവിച്ചെന്ന് എനിക്കറിയില്ല, നിങ്ങൾ ഇന്നലെ വരെ എങ്ങനെ ജീവിച്ചതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇന്നു മുതല് ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. എന്റെ ഭർത്താവ് 5 നേരം നിസ്കരിക്കുന്ന മനുഷ്യനാകണം. മണിയറയ്ക്കകത്ത് കിടന്നുറങ്ങുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ വിളിച്ചുണർത്തിയിട്ട് അവിടെ നിന്ന് കുളിപ്പിച്ച് ഒലുപെടുപ്പിച്ചിട്ട് രണ്ടുപേരും കൂടെ മണിയറയ്ക്കകത്തിരുന്ന് തഹജ്ജുദ് നിസ്കരിക്കുകയാ. അല്ലാഹുവേ,
സുബഹിക്ക് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് മാങ്ക് വിളിക്കുമ്പോ ഭാര്യ പറയുന്നു, ഭാര്യയും ഭർത്താവിനും ജമാഅത്തായി നിസ്കരിക്കാമല്ലോ, നിങ്ങൾ ഇമാമത്ത് നിൽക്ക്, നിങ്ങൾ ഇമാമത്ത് നിൽക്ക്, ഞാൻ പുറകിൽ നിന്ന് നമസ്കരിക്കാ. അങ്ങനെ ഭാര്യ ഭർത്താവിനെ ഇമാമത്ത് നിർത്തിയിട്ട് നിസ്കരിപ്പിക്കുകയാ. എടാ ചെറുപ്പക്കാരാ, ഇങ്ങനെ ഒരു പെണ്ണിനെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണമടാ പൊന്നുമോര്. അതുകൊണ്ടാ പറഞ്ഞത്, ദീനുള്ളതിനെ വിവാഹം കഴിക്കൂ, അല്ലാഹുവിനെ പേടിയുള്ളതിനെ വിവാഹം കഴിക്കൂ. അപ്പാ ഇങ്ങനെയാണ് മകളെ വളർത്തേണ്ടത്, ഇങ്ങനെയാണ് മുത്തുനബി വളർത്തിയത്. അതുകൊണ്ടാണ് ഫാത്തിമ ബീബി ഇങ്ങനെ ചെയ്തു കൊടുത്തത്. അല്ലാഹുവേ, ഫാത്തിമ ബീബിയും മരിയാരിതങ്ങളും മണിയറയ്ക്കകത്ത് കിടക്കുകയാണ്. അവരുടെ ചെറിയ ഓല ഷെഡുണ്ടല്ലോ, ആ ഈന്തപ്പന ഓലകൾ കൊണ്ട് നെയ്ത വീടുണ്ടല്ലോ, കിടക്കാൻ കട്ടിലില്ല, മെത്തയില്ല, വിരിപ്പില്ല, ചരൽ കല്ലുകളായിരുന്നു, ചരൽ കല്ലുകളായിരുന്നു. അവര് കിടന്നത് എന്തിന്റെ മുകളിലാണെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് അലിയാരിതങ്ങളും എന്തിന്റെ മുകളിലാണ് കിടന്നുറങ്ങിയതെന്നറിയോ? അലിയാരിതങ്ങൾക്ക് ആകെയുണ്ടായിരുന്നത് ഒരാടിന്റെ തോലാണ്, ഒരാടിന്റെ തോലാണ്. ഈ ആടിന്റെ തോല് വിരിച്ചിട്ട് ഫാത്തിമ എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയും അലിയാരിതങ്ങളും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയത് ആടിന്റെ തോലിന്റെ മുകളിലോ. വലിപ്പം ചിന്തിക്കു വാപ്പാ, വലിപ്പം ചിന്തിക്കു പെങ്ങള്. ഈ ആടിന്റെ തോലിന്റെ മുകളിലാണ് രണ്ടുപേരും കിടന്നത്. രാവിലെയായ ആടിന്റെ തോലെടുത്ത് അലിയാരിതങ്ങൾ എടുത്തു കൊണ്ടുപോവുകയാണ്. എന്തിനെന്നറിയുമോ? അലിയാരിതങ്ങൾക്കൊരു കുതിരയുണ്ടായിരുന്നു. അലിയാരിതങ്ങളും ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ രണ്ടുപേരും മണിയറയിൽ കിടക്കുമ്പോ വിരിച്ചിരുന്നത് ഒരു ആടിന്റെ തോല. ഈ ആടിന്റെ തുകളിന്റെ മുകളിലായി ഈ ഭാര്യയും ഭർത്താവും കിടന്നുറങ്ങുന്നത്. രാവിലെയായ ഇതെടുത്തോണ്ട് പോയി കുതിരയുടെ മുന്നിൽ വെക്കും, അതിനകത്താ തീറ്റിയിട്ട് കൊടുക്കണേ. അലിയാരിതങ്ങൾ പകല് തന്റെ വീട്ടിലെ കുതിരയ്ക്ക് തീറ്റിയിട്ട് കൊടുക്കുന്നത് ഈ കാണുന്ന ആടിന്റെ തോലിന്റെ മുകളിലാണ്. രാത്രിയായ കഴുകി വിരിച്ചിട്ട് കിടന്നുറങ്ങും. ഇതായിരുന്നു മുത്തുനബിയുടെ പൊന്നുമോളുടെ ജീവിതം. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടിയോ വഴക്കോ ബഹളവോ ഒന്നുമില്ല. മഹാനായ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പൊന്നാര മകളെ വിവാഹം കഴിച്ച് വിട്ടതിന് ശേഷം ഒരു ദിവസം കാണാൻ പോയി. നമ്മളൊക്കെ പോവല്ലോ, കെട്ടിച്ചു വിട്ട മകളെ കാണാൻ പോകുമല്ലോ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പൊന്നുമോളുടെ വീട്ടിൽ പോയപ്പോ ഇരുന്ന് കരയാ. വാപ്പാനെ കണ്ടതും കരച്ചിൽ തുടങ്ങി, വാപ്പാനെ കണ്ടതും കരച്ചിൽ തുടങ്ങി. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കരയുന്നത് കണ്ടപ്പോ മുത്തുനബി ചോദിച്ചു, എന്തേ ഫാത്തിമ നീ കരയുന്നത്? വാപ്പാ പട്ടിണിയാ വാപ്പാ, ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി. അള്ളാഹുവിന്റെ പ്രവാചകനോട് തന്റെ പൊന്നാര മകളു പറയുകയാ, ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി വാപ്പ പട്ടിണിയാ. വാപ്പ ഉടനെ എല്ലാം വാരി കെട്ടിക്കോ പോകാന്നല്ല പറഞ്ഞത്. നമ്മളങ്ങനാണല്ലോ, പരാതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടത്തെ പൊറുതിയൊക്കെ മതിയെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്റെ കരളിന്റെ കഷ്ടം ലോകത്ത് മുത്തുനബി സ്നേഹിച്ചതുപോലെ ഒരു വാപ്പയും മകളെ സ്നേഹിച്ചിട്ടില്ല, ഖിയാമത്ത് നാൾ വരെ സ്നേഹിക്കത്തുമില്ല. അത്രയ്ക്കും സ്നേഹമുള്ള ഫാത്തിമ എന്ന പൊന്നുമോള് പറയുകയാ, 3 ദിവസമായി വാപ്പ വല്ലതും തിന്നിട്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നുമോളെ വിളിച്ചിട്ട് പറഞ്ഞെന്തെന്നറിയോ? വലിയ അബീക അറുബഉ, വാപ്പ വല്ലതും തിന്നിട്ട് 4 ദിവസമായി മോളെ. നീ 3 ദിവസമായിട്ട് പട്ടിണിയല്ലേ, വാപ്പ വല്ലതും തിന്നിട്ട് 4 ദിവസമായി. അള്ളാഹുവെ, മുത്തുനബി പറയുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ വാപ്പയെ കെട്ടിപ്പിടിച്ചിട്ട് കരയുകയാ. അതായിരുന്നു സ്നേഹം. അങ്ങനെയാണ് മകളെ വളർത്തിയത്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗം പിടിച്ചിട്ട് മരണസമയത്ത് മുത്തുനബി രോഗം പിടിച്ച് കിടക്കുമ്പോ ഫാത്തിമ ബീവി കാണാൻ വന്നു. തന്റെ പൊന്നാര മകള് കാണാൻ വരുമ്പോ വാപ്പാടെ കിടപ്പ് കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ ഫാത്തിമ ബീവി കരയാൻ തുടങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകൻ ഫാത്തിമ ബീവി അടുത്ത് വിളിച്ചിട്ട് ചെവിയിൽ പറഞ്ഞു, മോളെ ഫാത്തിമ, വാപ്പാടെ മരണമെടുത്തു, വാപ്പാടെ മരണമെടുത്തു, അടയാളങ്ങളൊക്കെ കണ്ടു തുടങ്ങി മോളെ, വാപ്പ മരിക്കാൻ പോകുകയാണെന്ന് പൊന്നാര മകളുടെ ചെവിയിൽ പറഞ്ഞു കൊടുത്തു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കരയാൻ തുടങ്ങി.
വാപ്പയുടെ മരണമെടുത്തു എന്ന് പറഞ്ഞപ്പോ ഫാത്തിമ ബീവിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, കരയാൻ തുടങ്ങി. തന്റെ പൊന്നാര മകള് കരയുന്നത് കണ്ടപ്പോ പിന്നെയും അടുത്തു വിളിച്ചു, ഇങ്ങുവാ. കരയുന്ന ഫാത്തിമയെ അടുത്തു വിളിച്ചിട്ട് ചെവിയിൽ പറഞ്ഞു കൊടുത്തു, മോള് കരയണ്ട, അടുത്തത് നീയാ. വാപ്പ പോയാ തൊട്ടു പുറകെ നീയുണ്ട് ഫാത്തിമ. വാപ്പ അടുത്തത് നീയാണ് മരിക്കുന്നത് എന്ന് പൊന്നാര മകളുടെ ചെവിയിൽ പറഞ്ഞു കൊടുത്തപ്പോ, മരിക്കുമെന്ന് പറഞ്ഞു കൊടുത്തപ്പോഴും ഫാത്തിമ ചിരിക്കുകയാ ചെയ്തേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീവി വല്ലാതെ ചിരിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഉൾപ്പെടെ പലരും ചോദിച്ചു, നീ എന്തിനാ ചിരിച്ചേന്ന്? ഞാൻ പറയൂല, എന്റെ വാപ്പ പറഞ്ഞ രഹസ്യമാ. എന്റെ പ്രിയപ്പെട്ടവരെ, അതായിരുന്നു അവരുടെ ജീവിതം. മടിയും വഴക്കും ബഹളവും ഒന്നുമില്ല. ഉള്ളതുകൊണ്ട് തൃപ്തിയോടുകൂടി ജീവിക്കാൻ പഠിച്ചു. അവര് ജീവിച്ചു. അവസാനം മരിക്കുന്നതിന്റെ തലേ ദിവസം എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അലിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് പൊരുത്തം ചോദിച്ചു. അലിയാർ തങ്ങളുടെ കയ്യിൽ പിടിച്ചു പൊരുത്തം ചോദിച്ചു. എന്നിട്ട് അലിയാർ തങ്ങളോട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുത്തു, അലിയെ, ഞാൻ മരിച്ച എന്റെ മയ്യത്ത് പകല് കൊണ്ടുപോയി കബറടക്കരുത്, എന്നെ രാത്രിയിലെ കബറടക്കാവൂ. കേക്കടാ ചെറുപ്പക്കാരാ, ഒരു ദീനുള്ള പെണ്ണിനെ ഇത് പറയാൻ കഴിയത്തുള്ളൂ. അങ്ങനെയുള്ള പെണ്ണിനെ വേണം നീ വിവാഹം കഴിക്കാൻ. അലിയാർ തങ്ങളോട് തന്റെ ഭാര്യ പറഞ്ഞു കൊടുക്കുകയാ, എന്നെ രാത്രി കബറടക്കിയാ മതി, പകല് കബറടക്കണ്ട. അതെന്തേ ഫാത്തിമ നീ അങ്ങനെ പറഞ്ഞു? അതെന്തേ ഫാത്തിമ നീ അങ്ങനെ പറഞ്ഞേ? അലിയേ, എന്റെ ശരീരം നിങ്ങളല്ലാതെ ഇന്ന് വരെ ആരും കണ്ടിട്ടില്ല. എന്റെ ശരീരം നിങ്ങളല്ലാതെ ഇന്ന് വരെ ഒരൊറ്റ അന്യപുരുഷനും കണ്ടിട്ടില്ല. എന്നെ പകലാണ് കബറടക്കുന്നതെങ്കിൽ എന്റെ മയ്യത്ത് പൊതിയുന്നതും എന്റെ മയ്യത്ത് ചുമക്കുന്നതും എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്നതും അന്യപുരുഷന്മാരാ. 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞ് എന്റെ ജനാസ ചുമന്നുകൊണ്ട് പോകുമ്പോ, എന്റെ ജനാസ കബറിൽ ഇറക്കി വെക്കുമ്പോ അന്യപുരുഷന്മാരെന്റെ ശരീരത്തിന്റെ വടിവ് കാണുമല്ലോ, അതുപോലും എനിക്കിഷ്ടമല്ല അലിയെ. അതാടാ ദീനുള്ള പെണ്ണ്. അതാ ചെറുപ്പക്കാരാ ദീനുള്ള പെണ്ണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നുമകളെ വളർത്തിയത് അങ്ങനെ. മയ്യത്ത് പൊതിഞ്ഞു കൊണ്ടുപോകുന്ന സമയത്ത് പോലും ഒരാൾ എന്റെ ശരീരത്തിന്റെ വടിവ് കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് യാത്ര പറഞ്ഞു. രണ്ടുപേരും അങ്ങനെ ഫാത്തിമ ബീബി മരണപ്പെട്ടു. മയ്യത്ത് കൊണ്ടുപോയി നിസ്കരിച്ചു, ജന്നത്തുൽ ബഖീൽ കൊണ്ട് കബറടക്കി. അല്ലാഹുവേ, അലിയാർ തങ്ങൾ എല്ലാവരും പിരിഞ്ഞുപോയി തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. അലിയാർ തങ്ങൾക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഒരു ദിവസം തന്റെ ഭാര്യ ഇല്ലാതെ വന്നപ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഭാര്യയുടെ വിലയറിയില്ല, മഹത്വം അറിയില്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ മക്കളെയും ഏൽപ്പിച്ചിട്ട് അവള് പോകുമ്പോ നമുക്ക് തിരിയും നമ്മുടെ ഭാര്യ ആരാ? അലിയാർ തങ്ങൾ ഒന്നാമത്തെ രാത്രി വീടിന്റെ അകത്ത് വന്ന് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഫാത്തിമ ബീബി ഇല്ലാത്തത് കാരണം സഹിക്കാൻ കഴിയുന്നില്ല. അവസാനം വീടിന്റെ അകത്ത് നിന്ന് ഇറങ്ങിയിട്ട് ജന്നത്തുൽ ബഖീലേക്ക് പോയി. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഖബറിന്റെ ചാരത്ത് പോയിട്ട് അലിയാർ തങ്ങൾ സലാം പറഞ്ഞു. ഫാത്തിമ ബീബി സലാം അടക്കിയില്ല. ഖബറിന്റെ അകത്ത് കിടക്കുന്ന ഫാത്തിമ ബീബി സലാം അടക്കാതെ വന്നപ്പോ, മണിയറയ്ക്കകത്ത് ഭർത്താവും ഭാര്യയും പിണങ്ങിക്കിടക്കുമ്പോ പിണങ്ങിക്കിടക്കുന്ന ഭാര്യയുടെ പിണക്കം മാറ്റുന്നത് പോലെ അലിയാർ തങ്ങൾ ഖബറിന്റെ അകത്ത് കിടക്കുന്ന ഫാത്തിമയോട് ചോദിക്കുകയാ, ഫാത്തിമ, എന്തേ നീ എന്റെ സലാം അടക്കാത്തത്? നീ പിണങ്ങിയോ ഫാത്തിമ? എന്റെ സലാം എന്തേ മടക്കാത്തത്? അലിയാർ തങ്ങൾ പിന്നെയും സലാം പറഞ്ഞു. ഫാത്തിമ ബീബി സലാം അടക്കുന്നില്ല. അലിയാർ തങ്ങൾ പറയുന്നു, പിണങ്ങല്ലേ ഫാത്തിമ, നീ എന്റെ സലാം അടക്ക്. രണ്ടാമതും സലാം അടക്കാതെ വന്നപ്പോ അലിയാർ തങ്ങൾ ഫാത്തിമ എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഖബറിന്റെ അടുത്തിരുന്നിട്ട് ഖബറിന്റെ മുകളിൽ കൈവച്ചിട്ട് ഖബറിനോട് ചോദിക്കുകയാ, ഖബറെ, എന്റെ ഫാത്തിമയോട് പറ എന്നോട് സലാം അടക്കാൻ. എന്റെ സലാം അടക്കാം, പറ ഖബറെ. അലിയാർ തങ്ങൾ ഖബറിനോട് ചോദിക്കുകയാ, എന്റെ ഫാത്തിമയുടെ വിശേഷം എന്താ? എന്റെ ഫാത്തിമയ്ക്ക് സുഖമാണോ? എന്റെ ഫാത്തിമ ആരെന്നറിയോ? വിവാഹത്തിന്റെ 1ാമത്തെ രാത്രി മണിയറയ്ക്കകത്ത് കയറി വന്ന എന്നോട് നിന്നെ കുറിച്ച് പറഞ്ഞു തന്നവളാ ഫാത്തിമ. നിന്റെ ഖബറിനോട് പറഞ്ഞു കൊടുക്കുകയാ, മണിയറയ്ക്കകത്ത് കയറി വന്ന എന്നോട് ഈ ഖബറിനെ കുറിച്ച്, ഖബറിന്റെ അദാബിനെ കുറിച്ച്, ഖബറിന്റെ ഞെരുക്കത്തെ കുറിച്ച് എന്നോട് പറഞ്ഞു തന്നിട്ട് എന്നെ കൊണ്ട് നിസ്കരിപ്പിച്ചവളാ എന്റെ ഫാത്തിമ. എന്റെ ഫാത്തിമയുടെ വിശേഷം എന്ത് എന്ന് മരണപ്പെട്ടു പോയ ഫാത്തിമയുടെ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് അലിയാർ തങ്ങൾ ചോദിച്ചു എന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പെൺകുട്ടിയെ വളർത്തേണ്ടത് ഇങ്ങനെയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ മകളെ വളർത്തി
വളർത്തിയതുപോലെ വളർത്തി. പ്രവാചകൻ എങ്ങനെയാണോ എന്തൊക്കെ പരിഗണന നൽകിക്കൊണ്ടാണോ തന്റെ പൊന്നാര മകളെ വിവാഹം കഴിച്ചു കൊടുത്തത്, അതേ രീതിയിൽ ഏതെങ്കിലും മാതാപിതാക്കൾ 2 പെമ്മക്കളെ വളർത്തി, നല്ല നിലയിൽ വളർത്തി, ഇസ്ലാം പറയുന്ന രീതിയിൽ വളർത്തി, ഇസ്ലാം പറയുന്ന രീതിയിൽ വിവാഹം കഴിച്ചു കൊടുത്താൽ ആ വാപ്പയും ഉമ്മയും നാളെ സ്വർഗത്തിൽ മുത്തുനബിയുടെ കൂടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 2 പെമ്മക്കളെ നല്ല നിലയിൽ വിവാഹം കഴിച്ചുവിട്ട എല്ലാ മാതാപിതാക്കൾക്കും അല്ലാഹു ആ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെമ്മക്കളുള്ള മാതാപിതാക്കൾക്ക് ഈ പറഞ്ഞ രീതിയിൽ അവരെ വളർത്തി വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ അല്ലാഹു നിങ്ങൾക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെമ്മക്കളില്ലാത്ത പാവപ്പെട്ട ഞങ്ങളെ പോലുള്ളവർക്ക് അല്ലാഹു നല്ല സാലിഹത്തായ കണ്ണിന് കുളിർമയുള്ള നല്ല പെൺമക്കൾ അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.